ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുകയും ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുകയും വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുകയും എന്നാൽ അവയുടെ ഭാരം കൊണ്ട് മേഘം കീറിപ്പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന പരമോന്നതനായ ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ഈ സന്ധിയെങ്കിൽ ഉണ്ടാകുമാറാകട്ടെ. ഇയ്യോബ് പറഞ്ഞ വാക്കുകളാണ് ഞാൻ കടമെടുത്ത് പറഞ്ഞത്. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. നമ്മുടെ കർത്താവും ഏകലോക രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങളെ എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ആദരവോടും സ്നേഹത്തോടും കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും വന്ദനം. ഒരു നാൾ കൂടെ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു കൂടിവരവനായിട്ട് തന്നു. അവിടെവിടങ്ങളിൽ നമ്മെ പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവിനായി നോക്കി പാർത്ത് നമ്മുടെ ജീവിതം കഴിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സംഭവം യേശുക്രിസ്തുവിന്റെ വരവാണ്. അതിനുവേണ്ടി ഒരുങ്ങുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട വേറെ യാതൊരു ഘടകങ്ങളും നമുക്ക് ജീവിതത്തിലില്ല. അതുകൊണ്ട് പാസ്റ്റർമാരായാലും ജോലി ചെയ്യുന്നവരായാലും പ്രായമുള്ളവരോ റിട്ടയർ ആയവരോ പഠിക്കുന്നവരോ ഒക്കെ ആയാലും നമുക്കെല്ലാവർക്കും ആ ഒരൊറ്റ ലക്ഷ്യത്തിനായി ജീവിക്കേണ്ടതുണ്ട്. സ്തോത്രം. നമ്മുടെ മുൻപിലുള്ള ഏക ലാക്ക് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ്. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാമും അവനോട് കൂടെ കാണപ്പെടുക. സ്തോത്രം. അതിനുവേണ്ടി ദൈവം നമ്മെ പിന്നെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും പ്രബോധിപ്പിച്ചും കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സർദീസിലെ സഭയ്ക്ക് വേണ്ടി യേശുക്രിസ്തു പകർന്ന ആലോചന നാം ചിന്തിക്കുകയാണ്. അതിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സർദീസിലെ സഭയ്ക്ക് യേശു കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങൾ എന്തെല്ലാം എന്നതാണ്. 3 വാഗ്ദത്തങ്ങളെ പറ്റി നാം ഇന്നലെ വരെ ചിന്തിച്ചു. ഏറ്റവും ആദ്യത്തേത് ഓർമ്മ കാണുമല്ലോ, എളുപ്പം ഒന്നുകൂടെ വന്നാൽ നമുക്ക് സന്തോഷമാണ്. യോഗ്യന്മാർ. യോഗ്യന്മാരെന്ന കർത്താവിന്റെ സാക്ഷ്യപത്രം. 2, I will come as a thief. കർത്താവ് നമ്മളെ ചേർക്കുവാൻ ഒരു കള്ളനെ പോലെ വരും. കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തം. 3-ാമത്തേതാണ് നാം കർത്താവിനോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഒന്നും കൂടെ നമുക്കതിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യങ്ങൾ വായിക്കാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവർ ഉള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. സ്തോത്രം. കർത്താവിന്റെ സാക്ഷ്യപത്രം. They are worthy. 2,
the promise of his coming, കർത്താവിന്റെ വരവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം. കള്ളനെ പോലെ ഞാൻ വരും. 3, നാം കർത്താവിനോട് കൂടെ നടക്കും. നമുക്കറിയാം, നിത്യതയുടെ ഏറ്റവും പ്രധാന ഘടകം ഇതാണ്. The most important part of eternity is eternal, inseparable communion with our God. Sharing the literal presence of the Lord. കർത്താവിന്റെ അക്ഷരീക സാന്നിധ്യത്തിന്റെ കൂട്ടായ്മയാണ് നിത്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ പലയാവർത്തി വായിച്ചിട്ടുള്ള 2 വാക്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. ഇന്നലെ നാം അതിൽ ചിലത് വായിച്ചിരുന്നു. ആ ഭാഗങ്ങൾ ഇന്ന് വായിക്കുന്നില്ല. ഇന്നലെ നമ്മൾ വായിച്ചത് ഓർമ്മ കാണും, നിങ്ങൾ പലരും എഴുതിയിട്ടും ഉണ്ടാകും. യോഹന്നാൻ 14:3, 1 തെസലോനിക്കർ 4:17 തുടങ്ങിയുള്ള വാക്യം. ഇന്ന് നമ്മൾ അതിനോടൊപ്പം വായിക്കുന്നത് വെളിപ്പാട് 21:3, 21:3, റെവലേഷൻ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. നിത്യതയുടെ ഏറ്റവും കാതലായ ഘടകമാണിത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം, സ്തോത്രം, അവരോട് കൂടെ വസിക്കും. ദൈവം അവരുടെ ദൈവമായി അവരോട് കൂടെ വസിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കളയും. അവർ അവന്റെ ജനമായിരിക്കും. ഒറ്റ വാക്കിൽ, ലിവിങ് ടുഗെദർ, God and his saints living together. സ്തോത്രം. ദൈവവും ദൈവത്തിന്റെ മനുഷ്യരും ഒരുമിച്ച് വസിക്കുന്നതാണ് ബൈബിൾ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന നിത്യത, നിത്യജീവൻ, സ്വർഗീയ അനുഭവം. ആ 21-ാം അധ്യായം മുഴുവനും, പ്രത്യേകിച്ച് അതിന്റെ അവസാനത്തെ ഭാഗങ്ങളും അത് തന്നെയാണ് നമ്മോട് പറയുന്നത്. സ്തോത്രം. ദൈവം ആ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ മന്ദിരമായി, സാങ്ച്വറി ആയിട്ട് അവരുടെ കൂടെ ഇരിക്കും. വേറെ മന്ദിരമൊന്നും അവിടെ ഇല്ല. സ്തോത്രം. ദൈവാലയം വേറെ ഒന്നുമില്ല അവിടെ. സ്തോത്രം. ദൈവത്തിന്റെ അക്ഷരീയമായ സാന്നിധ്യമാണ് നമുക്ക് നിത്യതയിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, സ്വർഗം എന്ന ഒരു സ്ഥലമല്ല നമുക്ക് പ്രധാനം. പുതിയ യെരുശലേം എന്ന ഒരു ഭവനമോ ഒരു കെട്ടിടമോ, എബ്രായ ലേഖകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നഗരമോ അല്ല നമുക്ക് വിഷയം. സ്തോത്രം.
ആവർത്തനമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അങ്ങ് പറയുകയാണ്. നാം സ്വർഗത്തിൽ പോകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. അതിലുപരി അത്യുന്നതനായ ദൈവത്തോടു കൂടെ വസിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കർത്താവ് അതാണ് വാഗ്ദത്തം ചെയ്തത്. യോഹന്നാൻ 14:3 ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുക. കർത്താവിനോട് കൂടെ നമ്മളായിരിക്കുക, നമ്മോട് കൂടെ കർത്താവ് വസിക്കുക. ഇൻസെപ്പറബിൾ, ഒരിക്കലും ഇനിയും വേർപെടുത്താൻ കഴിയാത്ത തരത്തിലെ ഒരു ബന്ധം. സ്തോത്രം. പ്രൈസ് ഗാഡ്. ഒരിക്കലും വേർപെടുത്തുവാൻ കഴിയാത്ത തരത്തിൽ, പിന്നെ ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയാത്ത തരത്തിൽ, ഒരിക്കലും ദൈവത്തിൽ നിന്നും വേർപെടുത്തപ്പെടാത്ത അവസ്ഥയിൽ. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത്, സ്വർഗം എന്നുള്ളതല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അഥവാ ലാക്ക്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരമാണ് ഇത് എന്ന് എബ്രായർ 11 നമ്മൾ വായിക്കുന്നു. ഇളകാത്ത രാജ്യമാണ് നമ്മൾ പ്രാപിപ്പാൻ പോകുന്നതെന്നും എബ്രായ ലേഖന കർത്താവ് നമ്മോട് പറയുന്നു. വെളിപ്പാടിലേക്ക് വരുമ്പോൾ ഇത് ഒരു പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. സ്തോത്രം. 21 ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ നഗരം, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. യോഹന്നാൻ 14 ഇത് ഒരു ഭവനം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു കെട്ടിടം. അപ്പോൾ ഇങ്ങനെയൊക്കെ വിവിധ പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. സ്വർഗം, നഗരം, വിശുദ്ധ നഗരം, ഇളകാത്ത രാജ്യം, പിതാവിന്റെ ഭവനം എന്നൊക്കെ. പക്ഷേ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഈ പറഞ്ഞ നഗരമൊന്നും അല്ല. സ്തോത്രം. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നതും ഭൗമ വസ്തുക്കളാൽ നിർമ്മിതമായ ഈ ഒരു പട്ടണമല്ല. ഈ വിശുദ്ധ പുതിയ യെരുശലേം എന്ന നഗരവും പണിയപ്പെട്ടിരിക്കുന്നത് എന്തോ സാമഗ്രികൾ കൊണ്ടാണ്? രത്നവും സ്വർണവും തങ്കവും കൊണ്ടൊക്കെയാ. അവയെല്ലാം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായ വസ്തുക്കളാ. അതല്ല നമ്മുടെ ആത്യന്തികത. The ultimate aim of Christian life is not the destination of New Jerusalem. Even that Jerusalem is made up of created things. ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെ കൊണ്ടാണ് ഇവയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്.
സൃഷ്ടികളാൽ നിർമ്മിതമായ ദൈവത്തിന്റെ തന്നെ ഒരു സൃഷ്ടിയും കൂടെയായ ഒരു യെരുശലേം എന്ന വിശുദ്ധ പുതിയ നഗരം പോലുമല്ല നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം. ചിലപ്പോൾ നമ്മൾ അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒന്നാണിതെന്ന്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, സ്വർഗം തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. യാതൊരു സൃഷ്ടിയും നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിൽപ്പെടുന്നതല്ല. കൂടെ വരുന്നുണ്ടല്ലോ. ഈ സൃഷ്ടിയിലാകട്ടെ വരുവാനുള്ള ലോകത്തിലാകട്ടെ നമ്മുടെ പരമലക്ഷ്യം സൃഷ്ടിക്കപ്പെട്ട ഒന്നുമേ അല്ല. സ്തോത്രം. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. സ്തോത്രം. സ്വർഗവും പുതിയ യെരുശലേമും ഉൾപ്പെടെ ഉള്ളതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയുമാണ്, സൃഷ്ടികളാൽ സൃഷ്ടിക്കപ്പെട്ടതുമാണ്. സൃഷ്ടികളാൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടതുമാണ്. അതിനുവേണ്ടി അല്ല ദൈവം നമ്മെ വീണ്ടെടുത്തതും വിളിച്ചതും തിരഞ്ഞെടുത്തതുമെന്നും. പിന്നെ simply to dwell with God. Yeah, fellowship. Loving communion. സ്തോത്രം. നമ്മുടെ ആത്യന്തികത ഈ രണ്ട് പദങ്ങളുടെ കൂടിച്ചേർപ്പാണ്. ലവ് ആൻഡ് ഫെലോഷിപ്പ്. ലവ് ആൻഡ് കമ്മ്യൂണിയൻ. അതിൽ കുറഞ്ഞതൊന്നും നാം ചിന്തിക്കരുത്. നമ്മുടെ കണ്ണുനീരൊപ്പും അവിടെ കരച്ചിലും മുറവിളിയും വേദനയും രോഗവും മരണവും ഒന്നുമില്ല. ഒക്കെ ശരിയാ. പക്ഷേ അതൊന്നുമല്ല നിത്യതയുടെ പ്രത്യേകത, നിത്യതയുടെ വിശേഷത. സ്തോത്രം. നമ്മള് വായിച്ചല്ലോ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം. അതാണ് കർത്താവ് സർദീസിലെ സഭയോട് പറഞ്ഞത്, ഉടുപ്പ് മലിനമാകാത്തവരോട് പറഞ്ഞത്. സ്തോത്രം. അവർ യോഗ്യന്മാരാകയാൽ എന്നോട് കൂടെ നടക്കും. കർത്താവിന്റെ കൂടെ നടക്കുക എന്നത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം രണ്ടാമത്തെ സംഗതിയാണ് സ്നേഹക്കൂട്ടായ്മ, സ്നേഹം. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ലോകത്തിൽ ഈ സ്നേഹത്തെയും കൂട്ടായ്മയെയും കുറിച്ച് പറയാൻ, വിശദീകരിക്കാൻ, സാദൃശീകരിക്കാൻ പറ്റുന്ന സാദൃശ്യങ്ങളിലെ പരമമായ സാദൃശ്യം ക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലേക്കാണുമല്ലോ. The most important thing in eternity with God is these two things. Eternal, inseparable fellowship or communion, as well as love. Loving communion. So coupling them together
the most important thing in eternity with God is our loving communion with the majestic God, the most holy and glorious God. Loving communion, loving intimate fellowship. And to demonstrate this very fact, the Bible uses an analogy which would demonstrate this particular fact. And there is the utmost analogy that can be used to demonstrate, to manifest, or illustrate this fact is the relationship between husband and wife, or bride and the groom. The Bible uses this analogy to illustrate the relationship between Christ and his church. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഭാര്യാഭർത്തൃബന്ധം, മണവാളൻ മണവാട്ടി ബന്ധം. പ്ലീസ്, അതിനകത്ത് അക്ഷരീകത ഒന്നുമില്ല കേട്ടോ, അക്ഷരീകമായ യാതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പേരെയാ യേശു കല്യാണം കഴിക്കാൻ പോകുന്നത്? ആണും പെണ്ണും. ഞാനും പറയും ഞാൻ യേശുവിന്റെ മണവാട്ടിയാണെന്ന്. നമ്മൾ പാട്ട് പാടുന്നത് ഞാൻ നിനക്കുള്ളവൾ. അച്ചായനും അത് തന്നെ പാടുന്നത്, പാസ്റ്ററും അത് തന്നെ പാടുന്നത്. ഞാൻ നിനക്കുള്ളവൾ സ്ത്രീലിംഗത്തിലാ, നീ എനിക്കുള്ളവൻ. അച്ചായന്മാര് പാടുമ്പം തിരിച്ചൊന്നും പാടണ്ട, ഞാൻ നിനക്കുള്ളവൻ നീ എനിക്കുള്ളവൻ എന്നൊന്നും പാടണ്ട. ഞാൻ നിനക്കുള്ളവൾ എന്ന് തന്നെ പാടിയാൽ മതി. കാരണം നാം എല്ലാവരും സഭ എന്ന മണവാട്ടിയിൽ ഉൾപ്പെടുന്നവരാണ്. വ്യക്തിപരമായി നാം മണവാട്ടി അല്ല, സഭ എന്ന മണവാട്ടി. എന്താ മണവാളനും മണവാട്ടിയും അഥവാ ഭാര്യയും ഭർത്താവും എന്ന ബന്ധം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? അതിനുള്ള കാരണം എന്താണ്? കാരണം ഭൂമിയിൽ ഈ ബന്ധത്തെ ചിത്രീകരിക്കാൻ ഇതിനേക്കാൾ വലിയ വേറൊരു ബന്ധമില്ല. സ്തോത്രം. മറ്റൊരു ബന്ധമില്ല. അതുകൊണ്ട് ആ ഒരു ഉദാഹരണം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. കാര്യം എന്താ? ഭാര്യാഭർത്തൃബന്ധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്താണ്? ഒന്ന് സ്നേഹമാണ്. സ്നേഹമാണ്. ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട്, ഈ കല്യാണം കഴിക്കുന്ന മോൻ അല്ലെ മോൾക്ക്, മണവാളൻ അല്ലെ മണവാട്ടിക്ക് അപ്പനും അമ്മയും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, ഒക്കെ നല്ല സ്നേഹബന്ധമാണ്. പക്ഷേ പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ടൊന്ന് സ്നേഹിക്കാൻ ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. സ്തോത്രം. ആ സ്നേഹങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ സ്വന്തമായിട്ട് സ്നേഹിക്കുവാൻ കഴിയുന്ന ഒറ്റ ബന്ധമേ ഉള്ളൂ. അത് ഭാര്യ ഭർത്തൃബന്ധമാണ്. അതും അവർ തമ്മിൽ അന്യരാ, കുടുംബക്കാരൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ വിവാഹത്തിൽ രക്തബന്ധുക്കളെ അല്ല, അന്യ കുടുംബങ്ങളിൽ പിറന്നവര്.
പക്ഷേ അവർ തമ്മിൽ വിവാഹിതരായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരസ്പരം സ്നേഹിക്കുന്നത് അവർ തമ്മിലാണ്. അപ്പോൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വിവാഹം എന്നതിലൂടെ സാദൃശീകരിക്കാൻ ഉള്ള ഒരു കാരണം സ്നേഹബന്ധമാണ്. രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ അതിലെ സംഗതി എന്താ? ഇന്റിമസിയാണ്. ഇന്റിമസിയാണ്, അടുപ്പം, അടുത്ത ബന്ധം. മറ്റെല്ലാ ബന്ധങ്ങൾക്കും ഒരു ഭിത്തിയുടെ മറവുണ്ട്, ഒരു കർട്ടന്റെ തിരശീലയുടെ മറവുണ്ട്, ഒരു കിടക്കയുടെ മറവുണ്ട്. പക്ഷേ ഭാര്യാഭർത്തൃബന്ധത്തിന് ആ മറയില്ലാത്ത പരസ്പര ബന്ധമാണ്. ബിക്കമിങ് വൺ, ഒന്നായി ചേരുന്ന, ഒന്നായി തീരുന്ന ഒരു ബന്ധം അതിനകത്തുണ്ട്. മൂന്നാമത്തെ സംഗതി എന്താണ്? ജോയ്. നല്ല കുടുംബത്തിന്റെ കാര്യമാണ് പറയുന്നത്. നല്ല കുടുംബത്തിന്റെ കാര്യം പറയുന്നത് എന്താ? ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് സ്വന്തം കുടുംബത്തിനകത്താണ്. സ്വന്തം ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ ഉള്ള ബന്ധത്തിലാണ്, അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. വികലമായ ബന്ധങ്ങളുള്ള കുടുംബങ്ങളെ കുറിച്ചല്ല ഇത് പറയുന്നത് കേട്ടോ. അങ്ങനെ സ്വന്തം ഭാര്യയിലും സ്വന്തം ഭർത്താവിലും ഏറ്റവും അധികം സന്തോഷിപ്പാൻ കഴിയാത്ത ഏതെങ്കിലും ഭാര്യയോ ഭർത്താവോ കുടുംബങ്ങളോ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവചനദൂതായിട്ടും എടുത്തോളൂ. മാനസാന്തരം ഉണ്ടാകണം. ഏറ്റവും കൂടുതൽ സന്തോഷം സ്വന്തം കുടുംബത്തിനകത്ത് വേണം. എനിക്കറിയാം ചില ഭർത്താക്കന്മാർ രാവിലെ ജോലിക്ക് പോകാറാകുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. എഴുന്നേറ്റ് തകൃതിയായിട്ട് തയ്യാറായി ജോലിക്ക് പോകും. ആവോളം വൈകിയേ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നുള്ളൂ. വീട്ടിൽ വന്നാൽ ഉടൻ തന്നെ കുളിച്ച് വൃത്തിയായിട്ട് അപ്പോഴേ ഒന്നുകിൽ വീടിന് പുറത്തിറങ്ങും, ഇല്ലെങ്കിൽ ഒരു ഫോണുമായിട്ടിരിക്കും. പുറത്തിറങ്ങിയാൽ എനിക്കറിയാം ചിലരെ ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ ആള് വീട്ടിലെത്തും. സ്വന്തം കുടുംബത്തിൽ സന്തോഷമില്ലാത്ത അനേക ദമ്പതികളുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കുടുംബജീവിതത്തിന്റെ ബന്ധമല്ല നിങ്ങൾ നയിക്കുന്നതെന്ന് തിരിച്ചറിയുക. സ്തോത്രം. യേശു കർത്താവും നാമും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം എന്ന സാദൃശ്യം എടുത്തു കാണിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണമാണ് പറഞ്ഞത്. എന്തേ? സന്തോഷം. കൂടുമ്പോൾ, നമ്മുടെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ കുടുംബം, കൂടുമ്പളിമ്പം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധം, സന്തോഷം, ഏറ്റവും കൂടുതൽ സന്തോഷം തളം കെട്ടി നിൽക്കുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ കൂടിച്ചേരലിലാണ്. അത് പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും നവവിവാഹിതരായാലും നവതി ആഘോഷിച്ചവരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധം ഭാര്യാഭർത്തൃബന്ധം പോലെ പറയാനുള്ള മൂന്നാമത്തെ കാരണം
കർത്താവും നാമും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന, കൂടിക്കാണുമ്പോൾ ഉണ്ടാകുന്ന പറഞ്ഞറിയിക്കാനൊക്കാത്ത ആനന്ദകരമായ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ. ഒരു സംഗതി കൂടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഒരു കാര്യവും കൂടെ ഉണ്ട്. അതാണ് ചാസ്റ്റിറ്റി, വിശ്വസ്തത. വിശ്വസ്തത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസ്തത പുലർത്തേണ്ട ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ആ ദൃഷ്ടാന്തം ക്രിസ്തുവും നാമും തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടി എടുത്തു കാണിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? നാമും കർത്താവിനോട് അവിശ്വസ്തത കാണിക്കരുത്. അതിനെയാണ് കഴിഞ്ഞ സമയങ്ങളിൽ, പ്രത്യേകിച്ച് തുയഥൈര സഭയുള്ള ബന്ധത്തിൽ ആത്മീയ വ്യഭിചാരം എന്ന വിഷയത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തത്. കുറഞ്ഞത് ഈ 4 കാരണങ്ങൾ കൊണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂമിയിലെ ഏറ്റവും പ്രധാന ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ദൃഷ്ടാന്തത്തിലൂടെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വേദപുസ്തകം ചിത്രീകരിക്കുന്നു. അക്ഷരീയമായതൊന്നും അതിനകത്തിലില്ല. സ്തോത്രം. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് പറയുന്നു, കർത്താവ് നമുക്ക് തരുന്ന 3-ാമത്തെ വാഗ്ദത്തമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമെന്ന് പറഞ്ഞ് ഒന്നേ നമ്മൾ വായിച്ചുള്ളൂ. മറ്റേത് നമുക്കറിയാവുന്നതാണ്. വെളിപ്പാട് 22-ാം അധ്യായം 3-ന്റെ അവസാനം 4-ന്റെ തുടക്കം, അല്ലെങ്കിൽ 3-ഉം 4-ഉം അങ്ങ് വായിച്ചോളൂ. Revelation 22 verses 3 and 4. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. 3-ന്റെ അവസാനവും 4-ന്റെ തുടക്കവും നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. അവിടെ കണ്ടോ, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. കർത്താവിന്റെ മുഖം കണ്ട് നമ്മൾ അവനെ ആരാധിക്കുമെന്ന് ചുരുക്കം. പൗലോസ് ഏറ്റവും വലിയ വരദാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഏതാ ഏറ്റവും വലിയ കൃപാവരം? സ്നേഹം. സ്നേഹം എന്ന കൃപാവരം. ഒരധ്യായം മുഴുവനും പൗലോസ് അതിനു വേണ്ടി എടുത്തിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 13. അവിടെ അവിടെ പൗലോസ് പറഞ്ഞു, ഇന്ന് നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണും, എന്നാൽ അന്ന് നാം മുഖാമുഖമായി കാണും. അതിൻ്റെ ഒരു നിവൃത്തീകരണമാണ് നമ്മൾ 22-ന്റെ 4-ൽ വായിച്ചത്. 3-ന്റെ അവസാനവും 4-ഉം കൂടെ ചേർത്ത് ഇങ്ങനെ നമുക്ക് പറയാം. അവന്റെ ദാസന്മാർ അവനെ, നമ്മുടെ കർത്താവിനെ, അവന്റെ മുഖം കണ്ട് ആരാധിക്കും. സ്തോത്രം. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിനോട് ഒത്തുള്ള വാസം. സ്തോത്രം. ഇത് തന്നെ നമ്മൾ സ്വപ്നം കണ്ടോണം കേട്ടോ. വേറെ ഏത് പ്രസംഗം കേട്ടാലും അതിലൊന്നും ആകർഷിക്കപ്പെടല്ലേ. വേദപുസ്തകം നമുക്ക് ഉറപ്പ് തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് ഇതാണ്. ബൈബിൾ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആധുനിക പ്രസംഗകരൊക്കെ നമ്മെ ഇതിൽ നിന്നും
ലൗകികമായ പലതിലേക്കും തിരിച്ചു കൊണ്ടുപോകും. പല ഭൗതിക വാഗ്ദത്തങ്ങൾ നമുക്ക് തരും. നമ്മുടെ മരുഭൂയാത്രയിൽ കർത്താവ് മന്നായും തേനും മെത്തരമായ ഗോതമ്പും ഒക്കെ തരുന്നെങ്കിൽ തരട്ടെ, സ്തോത്രം പറഞ്ഞ് നമുക്ക് വാങ്ങാം, അത്യാവശ്യമുള്ളത് ഉപയോഗിക്കാം, ബാക്കിയുള്ളത് നമുക്ക് വിതരണം ചെയ്യാം, അതായിക്കൊള്ളട്ടെ. പക്ഷേ അതിലൊന്നിലും നമ്മുടെ മനസ്സുടക്കരുതെന്ന് മാത്രം. അതിലൊന്നിലും നമ്മുടെ മനസ്സുടക്കി കിടക്കരുത്. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം അതൊക്കെ കിട്ടിയാലും ഇല്ലെങ്കിലും ഈ സ്നേഹ കൂട്ടായ്മയാണ് കർത്താവിനോട് കൂടെ, അതും അക്ഷരീയമായിട്ടുള്ളത്. അത് തന്നെയാണ് യോഹന്നാൻ പറഞ്ഞത്, നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണും. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ഇന്നലത്തേതിനോട് ഞാൻ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വിശദീകരണം ഏതെങ്കിലും വിഷയത്തിൽ വേണമെങ്കിൽ ചോദിച്ചാട്ട്, ഇല്ലെങ്കിൽ നമുക്ക് നാലാമത്തേതിലേക്ക് പോകാം. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. എങ്കിൽ നാലാമത്തെ സംഗതി നാം വായിച്ചല്ലോ. അവിടെ അവര് വെള്ളയുടുപ്പ് ധരിക്കും. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന നാലാമത്തെ സംഗതിയാണ് വെള്ളയുടുപ്പ്. വെള്ളയുടുപ്പ്. A blessed state of having a white robe, or we will be clothed with white linen. വെള്ളയുടുപ്പ് ധരിക്കുവാനുള്ള കൃപ അല്ലെങ്കിൽ വരം, അതിനുള്ള വാഗ്ദത്തം, അതിനുള്ള ഭാഗ്യം. സ്തോത്രം. Here there is a contrast. ഒരു വൈരുദ്ധ്യാത്മകത നമുക്കിവിടെ കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ രണ്ട് ഭർത്താക്കന്മാരെയും അവരുടെ രണ്ട് ഭാര്യമാരെയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഒരാൾ ഭർത്താവ് എന്നതിനേക്കാൾ മണവാളൻ, ഒരുത്തി ഭാര്യ എന്നതിനേക്കാൾ മണവാട്ടി. സ്റ്റക്കാകുന്നുണ്ടോ? ലാഗിങ് ഉണ്ടോ? ഇല്ല പാസ്റ്റർ. ഇല്ല. ഓക്കെ. മണവാളൻ ക്രിസ്തു, ഭർത്താവ് എതിർ ക്രിസ്തു, മണവാട്ടി വിശുദ്ധ സഭ, ഭാര്യ ലോകമതം. കുഞ്ഞാടിന്റെ കാന്തയായ സഭ വിശുദ്ധയായ നിർമ്മല കന്യകയാണ്. എന്നാൽ എതിർക്രിസ്തുവിന്റെ ഭാര്യയായ ലോകമതം ഒരു വേശ്യയായ സ്ത്രീയാണ്. നമുക്കവളെ 17-ാം അധ്യായത്തിൽ കാണാം. അവൾ എന്താ ധരിച്ചിരിക്കുന്നത്? കടും ചുവപ്പുള്ള, ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം. സ്തോത്രം.
17-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലുണ്ട്, പ്രത്യേകിച്ച് അതിന്റെ 3ഉം 4ഉം വാക്യങ്ങളിലാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ധൂമ്ര വർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ച ഒരു വേശ്യാസ്ത്രീ. അത് ലോകം മതമാണ്. The world religion, the perverted world religion, compromising in everything with everyone. That is not a person, but a system. 17-ാം അധ്യായത്തിൽ വേശ്യ എന്ന് പറയപ്പെടുന്ന സ്ത്രീ ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തിയെ കുറിക്കുന്നതല്ലത്. പക്ഷേ യേശുക്രിസ്തുവിന്റെ കാന്തയായ നിർമ്മല കന്യകയായ മണവാട്ടിയായ സഭയുടെ ഡിറ്റോ ആയിട്ട്, പകരമായിട്ട്, ഡ്യൂപ്ലിക്കേറ്റായി മറുഭാഗത്ത് നിൽക്കുന്ന ലോകമതമാണ്. ലോകത്തിലെ സകല മ്ലേച്ഛതകളെയും ഉൾക്കൊള്ളുന്ന ഒരു ലോക മതവ്യവസ്ഥയാണത്. ആ മതവ്യവസ്ഥ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? ആ ലോക മതവ്യവസ്ഥയുടെ നിറമാണ് ധൂമ്രവർണ്ണവും കടും ചുവപ്പും, രക്താംബരം പോലെയുള്ള വസ്ത്രം. അത് അശുദ്ധിയെയും അവിശ്വസ്തതയെയും കാണിക്കുന്നതാണ്. അവൾ കടുംചുവപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ അവളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ്. അത് അവളുടെ സ്വഭാവത്തെ കാണിക്കുന്നു. പാപം, മ്ലേച്ഛത, രക്തച്ചൊരിച്ചിൽ എന്നിവയുടെ പ്രതീകമാണ് ചുവപ്പ്. നമ്മുടെ നാട്ടിൽ ചുവപ്പ് വിപ്ലവത്തെ കാണിക്കുന്നു, രക്തച്ചൊരിച്ചിലിനെ കാണിക്കുന്നു. ഇവിടുത്തെ ചുവപ്പ് പാപത്തെ, അശുദ്ധിയെ, മ്ലേച്ഛതയെ, വിശുദ്ധന്മാരെ കൊന്ന് രക്തമൊഴുക്കിയതിനെ, രക്തച്ചൊരിച്ചിലിനെ ഒക്കെ കാണിക്കുക, കൊലപാതകത്തെ കാണിക്കുക. അപ്പോൾ അശുദ്ധിയിലൂടെ, മ്ലേച്ഛതകളിലൂടെ, പാപത്തിലൂടെ, അതിക്രമത്തിലൂടെ, അക്രമത്തിലൂടെ, കൊലപാതകത്തിലൂടെ വിശുദ്ധന്മാരെ കൊന്നുമുടിച്ചുകൊണ്ട് ലോകത്തിൽ ഭരണം നടത്തിയ മതവ്യവസ്ഥയാണത്. അവൾ കടുംചുവപ്പ് ധരിച്ചിരിക്കുന്നു, കടുംചുവപ്പ് ധരിച്ചിരിക്കുന്നു. പതിനെട്ടാമത്തെ അധ്യായത്തിലും അവളെക്കുറിച്ച് ചില സൂചനകളുണ്ട്. അവിടെയും ഇത് തന്നെയാണ് നാം കാണുന്നത്. എന്നാൽ ഇവൾക്ക് വിപരീതമായി, ഇതിന് വിപരീതമായി യേശുക്രിസ്തുവിന്റെ കാന്തയായ സഭ അവൾക്ക് എന്താ ധരിക്കാൻ കൊടുക്കുന്നത്? വെള്ളയുടുപ്പ്. വെള്ളയുടുപ്പ്. പ്രൈസ് ഗാഡ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ വെള്ളയുടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിന് ഇന്നലെ ഉത്തരം തരുവാൻ ഇവിടം വരെ എത്താഞ്ഞത് കൊണ്ട് കഴിഞ്ഞില്ല. സ്തോത്രം. ഇപ്പോൾ വെള്ള എന്താണ് എന്ന ചോദ്യം വന്നിരുന്നു. എന്താണ് വെള്ള? ഒരു 3-4 കാര്യങ്ങൾ എളുപ്പം ഞാൻ പറയാം. സ്തോത്രം. ഈ വൈറ്റ് സ്റ്റാൻസ്, വെള്ള ഉടുപ്പ്, അല്ലെങ്കിൽ നാം വെളിപ്പാട് 19-ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നല്ലോ 6 മുതൽക്കുള്ള വാക്യങ്ങളിൽ. സ്തോത്രം.
കുഞ്ഞാടിന്റെ കാന്തയും തന്നെത്താൻ വായിച്ചു. ഒരുക്കി തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അത് ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. സ്തോത്രം. അവിടെ 2 പ്രയോഗങ്ങൾ കണ്ടോ? അവൾക്ക് വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ that is given, that's a gift. ഈ വിശേഷ വസ്ത്രം 2 അർത്ഥങ്ങളിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന്, അത് ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ദാനമായിട്ട് ലഭിച്ചതാണത്. അപ്പോൾ തന്നെ പറയുന്നു അതെന്താണ്? വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. അതിൽ ദൈവത്തിന്റെ ദാനം ആയിരിക്കുമ്പോൾ തന്നെ അതിൽ ദൈവസഭയുടെ വിശുദ്ധന്മാരുടെ വ്യക്തിപരമായ ഒരു ഭാഗവും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണത്. അങ്ങനെയെങ്കിൽ ഇവിടെ വെള്ള എന്തിനെ കാണിക്കുന്നു? സ്തോത്രം. Yeah, certainly, as we already discussed or learned yesterday and the class before yesterday, it is righteousness, the imputed righteousness. കൃപ ലഭിച്ചിരിക്കുന്നു എന്ന ഭാഗവും കൂടെ നാം എടുക്കുമ്പോൾ അവിടെ ഒന്നാമത്തെ ഭാഗം കർത്താവ് അല്ലെ ദൈവം നമ്മുടെ പേരിൽ കണക്കിട്ട ക്രിസ്തുവിന്റെ നീതി എന്ന വസ്ത്രമാണ്. The robe of righteousness. നീതീകരണത്തെ പറ്റി നാം ഇന്നലെ പഠിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സ്തോത്രം. റൈച്ചസ്നെസ് നാം ഇന്നലെ തന്നെ അതിനെപ്പറ്റി കണ്ടു. കർത്താവ് നമ്മെ നീതീകരിച്ചു. ആ നീതിയിൽ നമ്മൾ തുടർന്നുകൊണ്ടേ പോവുക, അതിൽ നിന്നും വീഴാതിരിക്കുക. പൗലോസ് അത് പറയുന്നുണ്ട് ഫിലിപ്പിയർ 3-ാമത്തെ അധ്യായത്തിൽ. ഫിലിപ്പിയൻസ് 3:9 Paul says, ഞാൻ അവനിൽ ഇരിക്കേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മതിയമ്മേ. സ്തോത്രം. കണ്ടോ, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ ചെയ്ത് ഞാൻ നേടുന്ന പ്രവർത്തികളാലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് ധരിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഗിവൻ, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഏത് ഗിഫ്റ്റാണത്? ദൈവം വിശ്വസിക്കുന്നമായി കൊടുക്കുന്ന നീതി. ഇത് എന്തല്ല? പൗലോസ് ഫിലിപ്പിയർ 3:9 പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ട് നാം ഏൺ ചെയ്യുന്ന നേടുന്ന നീതിയല്ല. അതിനെ പൗലോസ് നമ്മുടെ സ്വന്തം നീതി എന്നാ വിളിക്കുന്നത്. അതല്ല. പിന്നെന്താ? ദൈവം വിശ്വസിക്കുന്നവർക്ക് കൂട്ടിച്ചേർക്കുന്നു, സൗജന്യമായി നൽകുന്ന നീതി. സ്തോത്രം. ഇംപ്യൂട്ടഡ് righteousness or justice. നീതീകരണത്തിനു വേണ്ടി
നമുക്കൊന്നും വർക്കൗട്ട് ചെയ്യാനില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം തന്നെ നീതീകരണം ഫ്രീ ഗിഫ്റ്റായി, സൗജന്യമായി നമ്മൾ പ്രാപിച്ചുകൊണ്ടാണ്. ഇന്നലെ നമ്മൾ വായിച്ച റോമർ 3:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം തന്നെ ഈ ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്സോടുകൂടെയാണ്. നീതീകരണത്തിന് വേണ്ടി നോ വർക്കൗട്ട്. നീതീകരണത്തിനായിട്ട് ഒരു പ്രവൃത്തിയും ഇല്ല, അത് ഫ്രീയാ. പിന്നുള്ള പ്രവൃത്തി എന്തിനു വേണ്ടിയാ? ആ നീതീകരണത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയാ. അതിന് നമ്മൾ കസരത്ത് കാണിക്കേണ്ടതൊക്കെ കാണിച്ചോണം. നീതീകരിക്കപ്പെടാൻ ഒരു കസരത്തും ഇല്ല. എന്നാൽ സൗജന്യമായി ലഭിച്ച നീതിയിൽ നിലനിൽക്കുവാൻ നമുക്ക് പ്രവർത്തിച്ചേ പറ്റൂ. There is no workout. There is no labor worthy to receive justification. But since we are justified freely in Christ, because we are justified by imputed righteousness and also by freely, we have to work out to stand still in that. നമ്മോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് സ്തോത്രം നമുക്ക് പ്രയത്നിക്കേണ്ടതുണ്ട്. ചുമ്മാതെ നിന്നാൽ പാസീവായ ക്രിസ്ത്യൻ ലൈഫ് പോരെന്നർത്ഥം. ഒരു പ്രവൃത്തിയും ചെയ്യാനില്ലാതെ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന പാസിവിറ്റി, അത് പോരാ. ആക്ടിവിറ്റി വേണം, നാം പ്രവർത്തിക്കണം. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പോൾ നീതിവസ്ത്രം, വെള്ളവസ്ത്രത്തിന്റെ ഒന്നാമത്തെ അർത്ഥമാണ് നമുക്ക് സൗജന്യമായി ലഭിച്ച നീതീകരണം അഥവാ നീതിവസ്ത്രം. കാരണം നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നത് റൈമണ്ട്സിന്റെയോ വേറെ ഏതെങ്കിലും മുന്തിയ കമ്പനിയുടെ പേരിട്ടോ സൂട്ടും ഒക്കെ ഇട്ടുണ്ടായിരുന്നോ? അല്ല, നഗ്നരായിട്ട. നഗ്നനായി വരുന്നിതാ എന്നൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ. നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ. നഗ്നരായിട്ടാണ് നമ്മൾ വന്നത്. മുമ്പ് നാം പറഞ്ഞിട്ടുള്ളത് പോലെ ഒരാണോ പെണ്ണോ പ്രായമുള്ളവരോ പ്രായം കുറഞ്ഞവരോ ആരെങ്കിലും ഓടിക്കതച്ച് നഗ്നരായിട്ട് നമ്മുടെ വീട്ടിൽ വന്നാൽ ചൂടുകാലത്ത് ഒരു ലസ്സി അല്ല നമ്മൾ ഓഫർ ചെയ്യുന്നത്. ആദ്യം തണുപ്പ് കാലത്ത്, ഇപ്പൊ തണുപ്പ് കാലമാണ്, ഇപ്പോഴെങ്ങാനും നഗ്നരായിട്ട് ആരെങ്കിലും ഓടി വന്നാൽ ഒരു ചൂട് കാപ്പിയൊന്നും അല്ല നമ്മൾ ആദ്യം കൊടുക്കുന്നത്. നഗ്നനെ കണ്ടാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഉടുപ്പിക്കുക എന്നുള്ളതാ. നഗ്നരായി നാം കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി വന്നപ്പോൾ കർത്താവ് നമുക്ക് ആദ്യം തന്നത് നീതിയുടെ വസ്ത്രമാണ്. സ്തോത്രം. അതാണിത്. പ്രൈസ് ഗോഡ്. ഇത് അക്ഷരീയമായ ഒരു വസ്ത്രമായി കണക്കാക്കരുത്. അക്ഷരീയമായ ഒരു ലിനനോ സിൽക്കോ ഒന്നും അല്ലത്. സാദൃശ്യമാണ്, അനാലജിയാ. It's not something literal. This white or this linen or this robe is not something literal. Because we are going to get a body which doesn't need a clothing.
നമുക്ക് ലഭിപ്പാൻ പോകുന്ന ശരീരം വസ്ത്രം കൊണ്ട് മറയ്ക്കുവാൻ ആവശ്യമില്ലാത്ത ഒരു ശരീരമാണ്. അതുകൊണ്ട് ഇത് അക്ഷരീയമായ ഒരു വസ്ത്രമായി കണക്കാക്കരുത്. നീതിവസ്ത്രം, നീതീകരണം. ഇനിയല്ല നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നത് എന്തെങ്കിലും വസ്ത്രം ധരിച്ചുകൊണ്ടാണെന്നെങ്കിൽ വെച്ചോ. അങ്ങനെ ആരെന്നെങ്കിൽ എന്തോ ധരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വന്നത്. വാടിപ്പോകുന്ന മുമ്പേ നമ്മൾ കണ്ട ലോകമതത്തിന്റെ, മുമ്പേ നമ്മൾ കണ്ട വെളിപ്പാട് 17-ാം അധ്യായത്തിൽ യെസ്, കടുഞ്ചുവപ്പായ അവിശ്വസ്തതയുടെ, അശുദ്ധിയുടെ, പാപത്തിന്റെ രക്താംബരം ധരിച്ചുകൊണ്ടാ വന്നത്. ഉൽപ്പത്തി 3-ന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബേബിക്കുട്ടി ഞാൻ പറഞ്ഞതുപോലെ വെയിൽ വരുമ്പം ചുരുണ്ട് കയറുന്ന അത്തിയിലയുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാ വന്നത്. പ്രവാചകന്റെ ഭാഷയിൽ ആരോ ഇപ്പോൾ ചാറ്റിൽ ഇട്ടതുപോലെ കറപിരണ്ട സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറപിരണ്ട തുണിയുമായിട്ടാണ് നമ്മൾ വന്നത്. ഇനി അഥവാ വസ്ത്രം ഉണ്ടായിരുന്നെന്ന് വെച്ചാലും, പക്ഷേ ഇതുമായിട്ടൊക്കെ വന്നപ്പോഴും കർത്താവ് എന്താ ചെയ്തത്? നമ്മളെ യേശുവിന്റെ രക്തത്തിൽ മുക്കി പൊക്കിയത്. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി. അപ്പോൾ നമ്മുടെ മുഴുവൻ പാപക്കറകളും മാറി നീതിയുടെ വസ്ത്രം നമുക്ക് ലഭിച്ചു. ഇതാണ് വെള്ളയുടെ ഒന്നാമത്തെ അർത്ഥം. സ്തോത്രം. സമയം നമ്മുടേത് തീർന്നു. ഒന്നും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. വെള്ളയുടെ രണ്ടാമത്തെ അർത്ഥം, സ്തോത്രം, അതിനോട് ചേർത്ത് തന്നെ പ്യൂരിറ്റി. Not only righteousness, not only justice, but it shows purity. വിശുദ്ധിയെ കുറിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ righteousness or justification is static, but sanctification is progressive, growing. അതാണ് വെളിപ്പാട് 19-ൽ നമ്മൾ വായിച്ചത്. വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ അവർ വളർന്നുകൊണ്ടേയിരുന്നു. വിശുദ്ധിയിൽ അവർ വളർന്നുകൊണ്ടേയിരുന്നു. പ്യൂരിറ്റി. വൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റെയിൻലെസ്നെസ്. കറയില്ലായ്മയ്ക്ക് തെളിവാണ് വെണ്മ. ലോകപ്രകാരം പോലും വെണ്മ ശുദ്ധിയുടെ പ്രതീകമാണ്, വിശുദ്ധിയുടെ പ്രതീകമാണ്, നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. സ്തോത്രം. അപ്പോൾ വിശുദ്ധി, നിഷ്കളങ്കത, പരിശുദ്ധി എന്നിവയൊക്കെയാണ് വെള്ള കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. മത്തായി 5:8 നമ്മൾ പഠിച്ചതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയത്തിന്റെ ശുദ്ധി. അതുപോലെ സങ്കീർത്തനം 29:2, Psalms 29:2, Psalms 96:9, 96-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം, Psalms 110:3, 110-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, Song of Songs 6:10, ഉത്തമഗീതം 6:10. ഇവിടെ എല്ലാം വേറെ ഒത്തിരി ഉണ്ട്.
ഇവിടെ എല്ലാം നാം കാണുന്നത് വെണ്മ വിശുദ്ധിയെ കാണിക്കുന്നു, പരിശുദ്ധിയെ കാണിക്കുന്നു, നിഷ്കളങ്കതയെ കാണിക്കുന്നു. സ്തോത്രം. മൂന്നാമത്, വൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫെസ്റ്റിവിറ്റി. വൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫെസ്റ്റിവിറ്റി. ഉത്സവ സന്തോഷ അവസ്ഥയെ കാണിക്കുന്നതാണ് വെണ്മ. വെള്ള ധരിക്കുക എന്ന് പറഞ്ഞാൽ പുരാതന ലോകത്ത് ഉത്സവം ആചരിക്കുന്നവർ ധരിക്കുമായിരുന്ന വസ്ത്രമാണ്. ഏറ്റവും സന്തോഷവേളകളിൽ ധരിക്കുമായിരുന്ന വസ്ത്രമാണ്. നമ്മുടെയൊക്കെ വിവാഹങ്ങളിൽ പണ്ട് വെള്ളയെ ധരിക്കുമായിരുന്നുള്ളല്ലോ. ഈ രണ്ടെണ്ണത്തിനെ കാണിക്കുന്നതാണത്. വിശുദ്ധിയെയും, കല്യാണത്തെ പോലെ സന്തോഷമുള്ള വേറൊരു ദിവസം ഇല്ലല്ലോ ഒരാളുടെ ജീവിതത്തിൽ. ഏറ്റവും സന്തോഷമുള്ള അന്ന് ധരിക്കുന്നത് വെള്ളയാ. അത് ഏറ്റവും സന്തോഷത്തെ, ഉത്സവ പ്രതീതിയെ കാണിക്കുന്നതാണ്. സ്തോത്രം. ഫെസ്റ്റിവിറ്റി. എക്ലേസിയാസ്റ്റസ് 9:8, സഭാപ്രസംഗി 9:8 വാക്യം അതിന് സഹായകമാണ്. വിവരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു നിർത്തുന്നു. നാലാമത്തേത്, വൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ വിക്ടറി. That also when Roman soldiers would conquer, defeat some enemies, the victorious generals would be clothed with white to celebrate their victory. റോമൻ സാമ്രാജ്യത്തിൽ ശത്രുക്കളെ ജയിച്ച സൈന്യ മേധാവികൾക്ക്, സൈന്യത്തിന് വെള്ളയാണ് ധരിക്കാൻ കൊടുക്കുമായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ള വിജയത്തെ കുറിക്കുന്നു. പാപത്തിന്റെയും ലോകത്തിന്റെയും ഒക്കെ മേൽ ഒരു ക്രിസ്തു വിശ്വാസി നേടുന്ന വിജയത്തെ കുറിക്കുന്നതാണ്. അങ്ങനെ ശത്രുവിന്റെ മേൽ ജയം ആഘോഷിക്കുന്ന റോമൻ സാമ്രാജ്യത്തിൽ, റോമൻ വിജയം ആഘോഷിക്കുന്ന ആ ദിവസം വിളിക്കപ്പെടുന്നൊരു പേരുണ്ടായിരുന്നു, അർബ്സ്, URBS, അർബ്സ് കാൻഡിഡ, CANDIDA, അർബ്സ് കാൻഡിഡ. അർബ്സ് കാൻഡിഡ എന്ന് പറഞ്ഞാൽ ദ സിറ്റി ഇൻ വൈറ്റ് എന്നാണ്. ശത്രുവിന്റെ മേൽ റോമൻ സാമ്രാജ്യം വിജയമാഘോഷിക്കുന്ന അന്ന് വിളിക്കപ്പെടുന്ന പേരായിരുന്നു അർബ്സ് കാൻഡിഡ. That city was fully in white. അപ്പോൾ ഇവിടെയും വൈറ്റ്, സ്തോത്രം, എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ജയാളികളാണ്. അത് നമ്മുടെ വിജയത്തെ കാണിക്കുന്നു. അവസാനമായി പറയുന്നു, അഞ്ചാമത്, 4 പറഞ്ഞില്ല, ഒന്നുകൂടെ പറയും, അഞ്ചാമത്തേത്, the very nature of our resurrected body. This white shows the very glorious nature of our resurrected body. ഈ തേജസ്, ഈ വെണ്മ എന്തിനെ കാണിക്കുക? നമ്മുടെ രൂപാന്തരപ്പെട്ട, നമ്മുടെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ തേജസ്സിനെ കാണിക്കുകയാണ്. സ്തോത്രം. 104 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, 2-ാമത്തെയും 3-ാമത്തെയും വാക്യത്തിൽ, നീ പ്രകാശം ധരിക്കും പോലെ, നീ വസ്ത്രം ധരിക്കും വാരി ചുറ്റുകയാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ കേട്ടില്ല ലാസ്റ്റ് കേൾക്കുന്നില്ലായിരുന്നു. കേൾക്കുന്നില്ലായിരുന്നോ? ലാസ്റ്റിലത്തെ ലൈൻ 104 സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തെക്കുറിച്ച്. 3 വസ്ത്രങ്ങളുണ്ട് അവിടെ.
മഹത്വവും തേജസ്സും പിന്നെ പ്രകാശവും. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വെണ്മയുടെ 5ാമത്തെ അർത്ഥമാണെന്ത്? നമ്മുടെ തേജസ്കരിക്കപ്പെടുന്ന ശരീരത്തിൽ നമുക്ക് ലഭിക്കുന്ന തേജസ്. കുറഞ്ഞത് വെള്ള വസ്ത്രത്തിന്റെ ഈ 5 അർത്ഥങ്ങളുണ്ട്. മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. സമയം ഒത്തിരി ആയതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുന്നു. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കർത്താവിന്റെ താമസിച്ചാൽ നാളെ ആ കാര്യങ്ങൾ ചിന്തിക്കാം. ഈ വലിയ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി കർത്താവിനോടുകൂടെ ജയാളികളായി വെള്ള ധരിച്ചുകൊണ്ട് സ്തോത്രം നിത്യത മുഴുവനും അവന്റെ മുഖം കണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പ്രത്യാശയുള്ളവരായി വിശുദ്ധ ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.